SRS Metal Industries, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. ഫോൺ 9847783798 9645 988 നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി മഹോത്സവം ശനിയാഴ്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് സ്വർഗവാതിൽ ഏകാദശി ആഘോഷിക്കുന്നത്. പുലർച്ചെ 4-ന് ആരംഭിക്കുന്ന നിർമ്മാല്യ ദർശനത്തോടെയാണ് ഏകാദശി ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും തുടക്കമാകുന്നത്. ആയുർവേദത്തിന്റെ അതിദേവനായ ധന്വന്തരി മൂർത്തിയെ തൊഴുത് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് നാളെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ ഇതിനുവേണ്ടി നടത്തിയിട്ടുള്ളത്. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധന്വന്തരി ക്ഷേത്രമാണ് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം. അതിവിശേഷമായ വൈകുണ്ഠ ഏകാദശിക്ക് കേരളത്തിനകത്തു നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുക. പ്രസാദ ഊട്ടിന് 10,000-ലധികം പേർ പങ്കെടുക്കും. ഗോതമ്പ് ചോറും പുഴുക്കും രസക്കാളനുമാണ് വിഭവങ്ങൾ. പാളപാത്രത്തിലാണ് ഭക്ഷണം നൽകുന്നത്. പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനത്തിന് വൻ തിരക്ക് അനുഭവപ്പെടും. വരിയിൽ നിൽക്കുന്നവർക്ക് വെള്ളവും മോരും നൽകും. തിരക്ക് നിയന്ത്രിക്കുവാനും കുറ്റകൃത്യങ്ങൾ തടയുവാനും വൻ പോലീസ് സന്നാഹത്തെ വിനിയോഗിക്കും. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം, ആരോഗ്യ വിഭാഗം, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ധന്വന്തരി ആയുർവേദ ആശുപത്രി, ഫയർഫോഴ്സ്, എരുമപ്പെട്ടി ആക്ട്സ് ആംബുലൻസ് എന്നിവയുടെ സഹകരണം ഉണ്ടാകും. ഏകാദശിക്ക് എത്തുന്നവർക്ക് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ഓഫീസർ NB ബിജു അറിയിച്ചു. റോഡ് മുതൽ ഇതുവരേക്കും ക്ഷേത്ര പരിസരം വരേക്കും പന്തൽ, അതുപോലെ പിന്നീട് ബാരിക്കേഡുകൾ, അത് 2 ക്യൂ, 1 പ്രസാദൂട്ടിനുള്ള ക്യൂ സിസ്റ്റം, അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പോലീസിന്റെ സഹായങ്ങളും മാത്രമല്ല 15ഓളം സെക്യൂരിറ്റി ദേവസ്വം ബോർഡിന്റെ എക്സ് സർവീസ്മാൻമാരായിട്ടുള്ള 15 പേരെ ഡ്യൂട്ടിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ നിരീക്ഷണ ക്യാമറകള് ക്ഷേത്ര പരിസരത്ത് മുഴുവൻ സ്ഥിരമായിട്ട് നമ്മൾ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനും അതിനുവേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ, സർക്കാരിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ദേവസ്വത്തിന്റെ നമ്മുടെ ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ആശുപത്രി, അവരുടെ മുഴുവൻ സമയ പ്രവർത്തനവും ഇവിടെ ഉണ്ടാവും. രാവിലെ 10-ന് പ്രമുഖർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്താലാപനവും നടക്കും. 10:30-ന് പ്രസാദ ഊട്ട് ആരംഭിക്കും. 1:30-ന് കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കും. തുടർന്ന് പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് ദീപാരാധന, ഭക്തിഗാനമേള, വിളക്കെഴുന്നള്ളിപ്പ്, കേളി, കൊമ്പ്, പറ്റ്, കുഴൽപ്പറ്റ്, പഞ്ചവാദ്യം, മേളം, ഡബിൾ തായമ്പക എന്നിവ നടക്കും. ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന ദ്വാദശി പണം സമർപ്പണത്തോടെ ഈ വർഷത്തെ ഏകാദശി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM മുർഷീദ്, എരുമപ്പെട്ടി.